എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത് എർത്തേൺ പോട്ട് അല്ലെങ്കിൽ മൺകലം, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ജഗ്. അതിൽ നമ്മൾ ഭക്ഷണം വയ്ക്കുന്നതോ അതോ വെള്ളം കുടിക്കുന്നതിൻ്റെ ആ എർത്തേൺ പോട്ടിൻ്റെ ബെനിഫിറ്റ്സ്, അത് ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, ഓൾ ഇൻ ഓൾ ട്രഡീഷണലി നമ്മൾ എല്ലാവരും പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത് മൺകലത്തിലാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് നമുക്കറിയാൻ പറ്റും, ഇപ്പോഴത്തെ ആൾക്കാരുടെ ആയുസ് പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ രീതിയിലോട്ട് എല്ലാവരും മാറേണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് ഈ മൺ ജഗ്ഗിൽ വെള്ളം നിറച്ച് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 7 ഗുണങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം. ഈ മൺ ജഗ്ഗിലൂടെ നിങ്ങൾ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട്, ഞാൻ പറഞ്ഞ 7 ബെനിഫിറ്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങളുടെ ഉള്ളിൽ കണ്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. എന്താണ് അതിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ, എന്താണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോസിറ്റീവ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ഈ പേജും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ ഈ ചൂട് കാലം, സമ്മർ സീസണിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം, ചൂടുവെള്ളം, എല്ലാവരും ചൂടുവെള്ളം ഒഴിവാക്കി തണുത്ത വെള്ളം, കൂളായ വാട്ടറാണ് മാക്സിമം യൂസ് ചെയ്യുക. ഈ മൺകലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മൺ ജഗ്ഗിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര ചൂടുവെള്ളം നമ്മൾ ആ മൺ ജഗ്ഗിൽ വെച്ചോ അത് തണുത്ത വെള്ളമായി, നല്ല ശുദ്ധമായ നല്ല തണുത്ത വെള്ളമായി മാറുവാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി ആ മൺ ജഗ്ഗിനുണ്ട്. എന്തുകൊണ്ട്? ഈ മൺ ജഗ്ഗിൽ ഓരോരോ ഓപ്പൺ, ചെറിയ മൈന്യൂട്ടായ ഓപ്പണിങ്സ് ഉണ്ട്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണില്ല, വിസിബിലിറ്റി ഉണ്ടാവില്ല. ബട്ട് ഇപ്പോൾ നമ്മളൊരു മൺചട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളതിനെ ഫിനിഷിങ് ഇതൊക്കെ കൊടുത്താലും അതിൽ ചെറിയ പോർസ് ഉണ്ടാവും, ചെറിയതായിട്ടാണ്, അത് മൈന്യൂട്ടാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതിലൂടെ ചെന്ന് വരുന്ന വായു, ഓക്സിജൻ വഴി നമുക്ക് ഈ വെള്ളം എന്താവും, തണുത്തതായി മാറി, നല്ല ശുദ്ധമായ തണുത്ത വെള്ളമായി മാറി നമുക്ക് അത് കുടിക്കാവുന്നതാണ്. മോസ്റ്റ്ലി എല്ലാവരും ഫ്രിഡ്ജിലോ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന കെമിക്കൽസിൻ്റെ റിയാക്ഷൻസും എല്ലാം അത് നാച്ചുറലി ഉണ്ടാവണതല്ല. അത് ഒരു മെഷീൻ വർക്ക് ചെയ്ത് അതിലൂടെ കുറച്ച് കെമിക്കൽസ് എല്ലാം ഉൾക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിനേക്കാട്ടും നല്ലതാണ് ഈ നാച്ചുറലി ഉണ്ടാകുന്ന ഈ തണുപ്പ്. മൺകലത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അത് ഒരു ദിവസം നിങ്ങൾ വെള്ളമൊന്ന് ഇറക്കി വെച്ച് നോക്കുക. അതിൽ ഈ ക്ലേയിൽ ഉള്ള ചില മിനറൽസ് ആ വെള്ളത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് വരുത്തുന്നു. അതേപോലെ തന്നെ അതൊരു റിഫ്രഷിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ എയർ സർക്കുലേഷൻ, ഈ ചെറിയ ഹോൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ആ ഹോളിലൂടെ നമുക്ക് എയർ സർക്കുലേഷൻ, ഈ പോട്ടിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇത് വെള്ളത്തിനെ വേറെ ഒരു സ്റ്റേജിലോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തടയും. അപ്പോൾ അതേ സ്റ്റേജിൽ തന്നെ ആ ഒരു ഫ്ലേവറിനെ, ആ ഒരു വെള്ളത്തിനെ അതേ സ്റ്റേജിൽ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രഷ്നെസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. വാട്ടറിനെ ആൽക്കലൈസ് ആക്കും, ആൽക്കലൈൻ വാട്ടർ ആക്കും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം നമ്മൾ വെള്ളം നിറച്ച് വെച്ച് ജഗ്ഗിൽ, ഈ മൺ ജഗ്ഗിൽ വെള്ളം നിറച്ച് വെച്ചാൽ ഈ വെള്ളം കുറച്ച് മിനറൽസിനെ വെള്ളത്തിലോട്ട്, ഈ ക്ലേ സം മിനറൽസിനെ ഈ വെള്ളത്തിലോട്ട് വിടും. മെയിനായിട്ട് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ 3
മിനറൽസിനെ വെള്ളത്തിലോട്ട് വിടും. അപ്പോൾ എന്താവും, ഈ വെള്ളം ആൽക്കലൈൻ വാട്ടറായി നമ്മൾ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി ന്യൂട്രലൈസ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ അത് പ്രോപ്പറായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഹൈഡ്രേഷൻ, ഓവറോൾ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബോഡിയിലും pH ലെവലുകളുണ്ട്. ആ pH ബാലൻസ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് അതിനൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. എർത്തേൺ പോട്ടും പ്ലാസ്റ്റിക് ബോട്ടിലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം, കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ സ്റ്റീലാണെങ്കിലും അത് ഒരു റൗണ്ട് ഷേപ്പിൽ വരാനും അതിന് ഒരു പ്രത്യേക ഷേപ്പ് വരാനും എല്ലാം നമ്മൾ കുറേ കെമിക്കൽസിൻ്റെ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് അതങ്ങനെ ആവുന്നത്. ബട്ട് നമ്മളുടെ ജഗ് അതിനെ മണ്ണും അതേപോലെ തന്നെ ഒരു ഹാൻഡ് മെയ്ഡാണത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കെമിക്കൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഒരു ദിവസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കെമിക്കൽ ലീച്ചിങ് ഉണ്ടാകും. എന്ന് വെച്ചാൽ സോല്യൂബിളാണ്. അതിൽ നിന്ന് എന്തൊക്കെ കെമിക്കൽസാണ് ആ വെള്ളത്തിലോട്ട് അലിയുക എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. ബട്ട് എർത്തേൺ പോട്ടിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ഒരു കെമിക്കൽ സോലുബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അത്രയും പ്യുവറായിട്ടാണ് ഈ മൺകലങ്ങളും അതേപോലെ തന്നെ എർത്തേൺ പോട്ട്, ജഗ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% നമുക്ക് വെള്ളം അത്ര ശുദ്ധീകരിച്ച നല്ല കെമിക്കലില്ലാത്ത വെള്ളം നമുക്ക് കുടിച്ചാൽ നമ്മുടെ ഹെൽത്തിന് എത്രയും പോസിറ്റീവാണോ എത്രയും ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ എർത്തേൺ പോട്ട് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിളാണ്, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയാണ്. നമുക്കിത് റീയൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ 1 ടൈം യൂസാണ്. ഇതെന്ന് പറയുമ്പോൾ റീയൂസ് ചെയ്യാം. അപ്പോൾ അത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എർത്തേൺ പോട്ട്. മൺകലങ്ങൾ യൂസ് ചെയ്യുന്നത് അത്രയും എക്കോ ഫ്രണ്ട്ലിയും സസ്റ്റൈനബിളുമാണ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എർത്തേൺ പോട്ടിൽ വെള്ളം നിറച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്ട്രോൻ്റെ അസുഖമുള്ളവർ, അതേപോലെ തന്നെ ഹാർട്ടിന് ബേണിങ് ഉണ്ടാവും, അത് എല്ലാം ഹെൽത്തിൻ്റെ കുറേയൊക്കെ നമ്മൾക്ക് ഡൈജഷൻ എല്ലാം നോർമലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളമാണ് അതിൽ കൂടെ പോകുന്നത്, വേറെ ഒന്നും അതിൽ ചേർന്ന് വരുന്നില്ല. അപ്പോൾ അത്രയും പ്യുവറായിട്ടുള്ള നമ്മുടെ ഇപ്പം നമ്മൾ ചൂടാക്കി വെള്ളം കുടിക്കുന്നു, ചൂടാക്കിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിലോട്ട് നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് റിയാക്ഷൻ വന്ന് ആ കെമിക്കൽസ് സോല്യൂബിളായി പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് പോകുമ്പോൾ റിയാക്ഷൻസ് വരുന്നത് നമുക്ക് മെല്ലെയാണ് അതിൻ്റെ റിയാക്ഷൻ സ്റ്റേജസ് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കി നമ്മളുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം ഉള്ളോട്ട് കൊടുക്കുക. അതിനെ മാക്സിമം നമ്മൾ ജഗ്ഗിൽ വെള്ളം കുടിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഡൈജഷൻ, ഹാർട്ട് ബേൺ, അപ്രകാരമുള്ള ഗ്യാസ്ട്രോൻ്റെ അസുഖമുള്ളവർക്ക്, ഗ്യാസിൻ്റെ ഇഷ്യൂസ് എല്ലാം നമുക്ക് ഇതിലൂടെ മാറാവുന്നതാണ്. പിന്നെ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ കൾച്ചറിലോട്ട് നമ്മൾ കുറച്ച് മാറേണ്ട കാലമായി. നമ്മളുടെ ആയുസ്സും നമ്മളുടെ ആ ഒരു സസ്റ്റൈനബിൾ നാച്ചറിലോട്ട് നമ്മുടെ ലൈഫ് മാറേണ്ട ടൈം ആയിത്തുടങ്ങി. കാരണം നമ്മൾക്കും വേണം പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള ആയുസ്സും അവരുടെ ആ സ്ട്രെങ്ത്നെസ്സും എല്ലാം നമുക്കും ഉൾക്കൊണ്ടുവരണം. അതിനെ നമ്മൾ ഇപ്രകാരമുള്ള ട്രഡീഷണൽ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട ടൈം ആയി തുടങ്ങി. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ട്രഡീഷണൽ കൾച്ചറിലോട്ട് വരാൻ വേണ്ടി മാക്സിമം നോക്കുക. എന്നിട്ട് നമ്മുടെ ഹെൽത്ത് ഉണ്ടായാലാണ് വെൽത്ത് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ കരുതി ഒരു ദിവസം ഒരു പോട്ട് വാങ്ങി നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് അതിൻ്റെ റിവ്യൂ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എത്രത്തോളം പോസിറ്റീവാണ് നിങ്ങൾക്ക് ആ ഒരു
എർത്തേൺ പോട്ട് ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ പോസിറ്റീവ്നെസ് എന്താണെന്ന് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഇനി അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.